മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അപ്പം ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ വെരി ഹൈ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഹെൻസ് ട്രമൻഡസ് ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന് ഫ്രീക്വൻസിനേക്കാളും ബാൻഡ് വിഡ്ത്ത് ഉണ്ട് എന്തിന്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്. അതുകൊണ്ട് തന്നെ ഇത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ബാൻഡ് വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ട് ട്രമൻഡസ് ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റിയാണ്. രണ്ടാമതൊന്ന് അതിന് ലോ അറ്റ്യൂനേഷനാണ്. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ അതിന് ലോ അറ്റ്യൂനേഷനാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ സൈസും വെയ്റ്റും, ലോ വെയ്റ്റും സ്മോൾ സൈസുമാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി ഫ്രം ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് കോസിങ് ലൈറ്റ്നിങ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ഫ്ലൂറസെൻറ്റ് ട്യൂബ് ആൻഡ് അതർ ഇലക്ട്രിക്കൽ നോയ്സ് സോഴ്സസ് എക്സെട്ര. അതായത് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ അറിയാം. കോറ് ക്ലാഡിങ് ഉണ്ട്, പുറത്തൊരു ഷീറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഷീറ്റ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പുറത്തുനിന്നുള്ള നോയ്സിനെയോ അതുപോലെ ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷനെയോ ലൈറ്റനിങ്ങിനെയോ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ സാധാ ഇലക്ട്രിക് കേബിൾ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇടിവെട്ടുകയും മിന്നറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിലേക്ക് നോയ്സ് വരികയും അങ്ങനെ കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബറിന് അങ്ങനത്തെ യാതൊരുവിധ കംപ്ലയിൻസും വരുന്നില്ല. ദർ ഇസ് നോ സ്പാർക്ക് ഹസാർഡ് ഇൻ പർട്ടിക്കുലർ എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റ് സച്ച് ആസ് കെമിക്കൽ പ്ലാന്റ്സ്. അതായത് രണ്ട് ഇലക്ട്രിക്കൽ ലൈൻസിലാണ് പോകുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ ലൈൻസ് നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ ഒക്കെ സ്പാർക്ക് വരികയും വലിയ തീപിടുത്തമൊക്കെ വലിയ കെമിക്കൽ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ നമുക്ക് നോ സ്പാർക്ക് ഹസാർഡ്, സ്പാർക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ പ്ലാന്റിലൊന്നും എക്സ്പ്ലോസീവിന് ചാൻസ് വളരെ കുറവാണ്. ഈ കോപ്പർ കേബിളിനേക്കാളൊക്കെ സർവൈവ് ചെയ്യുന്നതും അത് ഇങ്ങനത്തെ വാട്ടറിൽ വരെ ഇത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു പറ്റും? ഒപ്റ്റിക്കൽ ഫൈബറിന് പറ്റും. പിന്നെ ഇമ്മ്യൂൺ ടു ക്രോസ് ടോക്ക് ബിറ്റ്വീൻ കേബിൾ കോസ് ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതേപോലെ തന്നെ നമുക്ക് രണ്ട് കേബിൾ തമ്മിൽ ക്രോസ് ഇതാക്കിയ സമയത്തും ഒന്നും ഇതിനെന്ത് വരുന്നില്ല. മറ്റേ ഇലക്ട്രിക് കേബിളാണ് മാഗ്നറ്റിക് ഇൻഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബറിൽ അങ്ങനത്തെ യാതൊരുവിധ കംപ്ലയിൻസും വരുന്നില്ല. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ സേഫർ ആൻഡ് ഈസിയർ ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ. സോ ഓൾ ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ സ്വിച്ച്ഡ് ഓവർ ടു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരുവിധം ഡെവലപ്ഡ് കൺട്രീസൊക്കെ. ഇതാണ് നമുക്ക് ജനറലായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ആപ്ലിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ലാൻഡ് ഫുൾ ഫോം എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒപ്റ്റിക്കൽ ഫൈബർ ആർ വൈഡ്ലി യൂസ് ടു ട്രാൻസ്മിറ്റ് വോയിസ്, ഓഡിയോ ആൻഡ് ഡാറ്റ വിത്തിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അതായത് നമ്മളപ്പോൾ ഒരു കോളേജിൽ എടുക്കുകയാണെങ്കിൽ കോളേജിലെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ കമ്പ്യൂട്ടറും മാമിൻ്റെ റൂമിലെ കമ്പ്യൂട്ടറും അതേപോലെ ഒരു കോളേജിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ അകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, അതേപോലെ ലോക്കലായിട്ട് ഏരിയയിലുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷനാണ് കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. ജിഗാബിറ്റ് പെർ സെക്കൻഡാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റ് നടക്കുന്നത്. അത്രയും ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇൻ കമ്പ്യൂട്ടർ യൂസ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഡയഗ്നോസിസും അതേപോലെ തന്നെ സർജിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയൊക്കെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്യാസ്ട്രോസ്കോപ്പ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ശരീരത്തിൻ്റെ അകത്തുള്ള ഓരോ പാർട്സ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കടത്തി വിട്ടിട്ട് ക്യാമറയിൽ വഴി ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റ് ഇതാക്കി വിട്ടിട്ടൊക്കെ പല സിസ്റ്റംസും ഉണ്ട്. അതേപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സെൻസേഴ്സ്. അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് എന്നൊരു ജനറലായിട്ട് ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, അതിൽ ടെമ്പറേച്ചർ സെൻസറുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറും ഡിസ്കസ് ചെയ്യാണ്ട്. പിന്നെ മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് സെൻസറാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫേസ് മോഡുലേറ്റഡ് സെൻസർ ആൻഡ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ. അതായത് ഫേസ് ഇൻറ്റൻസിറ്റിയാണ് സെൻസ്
ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൂടി ഒരു വേവ് പാസ് ചെയ്യുന്ന സമയത്ത് രണ്ട് പാരാമീറ്റേഴ്സിലാണ് ചേഞ്ച് ഉണ്ടാവുക. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണുള്ളത്. ഒന്ന് ഫേസും മറ്റേത് ഇൻറ്റൻസിറ്റിയും. അപ്പോൾ അത് വെച്ചിട്ട് അതിലൊരു ചേഞ്ച് വന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫേസ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസേഴ്സിൽ വരുന്നത് നമുക്ക് എന്തൊക്കെയാണ്, പ്രഷർ അതേപോലെ തന്നെ ഫോഴ്സ് സെൻസറൊക്കെ വരുന്നത് ഇൻറ്റൻസിറ്റി മോഡുലേറ്ററിലും, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ടെമ്പറേച്ചർ സെൻസറൊക്കെ ആവുന്നത് ഫേസ് മോഡുലേറ്റഡ് സെൻസറിലുമാണ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സെൻസർ? നമ്മൾ ജസ്റ്റ് സെൻസർ എന്താണെന്ന് പറയാം, ഫൈബർ ഒപ്റ്റിക് സെൻസർ അല്ല, സെൻസർ എന്താണെന്ന് പറയാം. നമ്മൾ ഇപ്പം വാഷ് ചെയ്യാൻ, അപ്പോൾ കൈ വാഷ് ബേസിൻ്റെ അടിയിലേക്ക് ടാപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെള്ളം വീഴുന്നുണ്ട്. അത് സെൻസ് ചെയ്യാം നമ്മൾ കൈ, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് ആ വെള്ളം വീഴുന്നത്. അതേപോലെ ഫൈബർ ഒപ്റ്റിക് ഉപയോഗിച്ച് കേബിൾ ഉപയോഗിച്ച് സെൻസർ ഉണ്ടാക്കുന്നതിനെയാണ് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് എന്ന് പറയാം. അത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ എന്ത് പാരാമീറ്റേഴ്സ് ആയിക്കോട്ടെ അതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസ് ചെയ്യുന്നതിനാണ് ഫൈബർ ഒപ്റ്റിക് സെൻസർ. പ്രഷർ ഡിറ്റക്ട് ചെയ്യും, ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യും, സ്ട്രെയിൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യും എന്ത് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസറാണ്. ഓക്കെ, ഇതാണ് ഒരു ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ സെൻസറിൽ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു എൻഡിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യും? ഒരു മെറ്റൽ ഷീറ്റ് പ്ലേസ് ചെയ്യും, പിന്നെ ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ലെയറും പ്ലേസ് ചെയ്യും. എന്തൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത്? എൻഡ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ വി ആർ പ്ലേസിങ് എ മെറ്റൽ ഷീറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. സെൻസിങ് എലമെൻറ്റും ഒരു മെറ്റൽ ഷീറ്റും അതിന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഇനി നമ്മൾ ഇവിടുന്ന് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് നമ്മൾ സോഴ്സിൽ നിന്ന് ഇത് ലൈറ്റ് വിടുക. ആ സമയത്ത് ഈ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ലെയർ അനുസരിച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ടെമ്പറേച്ചർ ചേഞ്ച് അനുസരിച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഈ അപ്പർ ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഈ ലോവർ ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടായിട്ടാണ് വരിക. അപ്പം നമ്മൾ ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഇതിൻ്റെ എന്തിലൊരു ചേഞ്ച് ഉണ്ടാവും, ഫേസിലൊരു ചേഞ്ച് ഉണ്ടാവും. ഇതുണ്ടോ, സെയിം ഫേസിലാണോ ഇത് വരുന്നത്? അപ്പർ ലെയറിൽ നിന്ന് വരുന്നതും ലോവർ ലെയറിൽ നിന്ന് വരുന്നതും ഒരേ ഫേസിലാണോ? അല്ല. ഇത് നമ്മൾ എന്തിന് ചെയ്യുക, ഈ രണ്ട് വരുന്ന ലൈറ്റും അതിൻ്റെ ഫേസിലും ആംപ്ലിറ്റ്യൂഡിലും ചേഞ്ച് ഉണ്ടാവും. അത് ഹെൻസ് ഫേസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ബീംസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ടു ലെയേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ഇസ് റെഡ്യൂസ്ഡ് ഫ്രം ദ ഫേസ് ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ്. ആ വരുന്ന റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഫേസ് ചേഞ്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് വളരെ എക്സ്പെൻസീവായൊരു ഇതുണ്ട്. പക്ഷേ വളരെ ആക്യുറേറ്റും, അതായത് നമുക്ക് ഡേഞ്ചർ സിറ്റുവേഷനിൽ, അതായത് ഹൈ ടെമ്പറേച്ചറൊക്കെ ഒരു ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജുള്ള പവർ ട്രാൻസ്ഫോമറിൻ്റെ കേസിലും അങ്ങനെയൊക്കെ നമുക്ക് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഡിഫിക്കൽട്ട് കേസിലേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ, ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട്. പക്ഷേ ഡേഞ്ചറസ് കണ്ടീഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആപ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, അടുത്ത സെക്ഷൻ ഫൈബർ ഒപ്റ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറിനെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഫൈബർ ഒപ്റ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഫൈബർ ഒപ്റ്റിക് സെൻസറിന് രണ്ട് ഇതുണ്ടാവും, ഇൻപുട്ട് ഉണ്ടാവും, രണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒന്ന് ഫോട്ടോ ഡിറ്റക്ടറായിട്ടും മറ്റേത് ലൈറ്റ് സോഴ്സായിട്ടും. ഒരു സെൻസറിൻ്റെ ഒരു പാർട്ട് എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഫോട്ടോ ഡിറ്റക്ടറിലേക്ക്, അടുത്ത പാർട്ട് ലൈറ്റ് സോഴ്സ്. ഇനി നമ്മൾ ലൈറ്റ് സോഴ്സിന് ലൈറ്റ് നമ്മൾ എവിടേക്ക് കൊടുത്തിവിടുക, നമ്മൾ ഒരു പാർട്ടിക്കിൾ, മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിലേക്ക് കടത്തിവിടുക. എന്നിട്ട് ഇതിൽ നിന്ന് തിരിച്ച് വരുന്ന ലൈറ്റ് ഫോട്ടോ ഡിറ്റക്ടറിലേക്ക് കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലൈറ്റ് അബ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻ നടത്തുക വിചാരിക്കും. ആ മോഷൻ നടത്തുമ്പം ദൂരെയാണെങ്കിൽ കുറച്ച് ഇൻറ്റൻസിറ്റി അബ്സോർബ് ചെയ്യുന്നതിനും അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തുള്ളപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരു
ഫൈബർ ഒപ്റ്റിക് സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്തിട്ട് ഇത് എത്ര ഡിസ്പ്ലേസ്ഡായി അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? എന്താ ചെയ്യുന്നത്? ഒരു പാർട്ടിക്കിളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു പാർട്ടിക്കിളിൻ്റെ അതിന് വേണ്ടി നമ്മൾ ലൈറ്റ് കടത്തി വിടുക. മൂവിങ് ഒബ്ജക്റ്റിലേക്ക് ഒരു ലേസർ സോഴ്സിന് ലൈറ്റ് കടത്തി വിടുക. എന്നിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വെച്ച് അതിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫോട്ടോ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഈ ഫിഗറും പഠിച്ച് വെക്കുക, ജസ്റ്റ് ഒരു വർക്കിങ്ങും പഠിച്ച് വെക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് തന്ന നോട്ടിലൊന്നും ഇതില്ല. അപ്പം ഈ 2 സെൻസേഴ്സും ഇല്ല. അപ്പോൾ ടെക്സ്റ്റിലുള്ള ചെറിയ രീതിയിൽ ടെക്സ്റ്റിലുള്ളൂ, ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫിഗറും വരച്ച് വെക്കുക. ജസ്റ്റ് ബേസിക് വർക്കിങ്ങോ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസേഴ്സിനെ പറ്റിയിട്ട്. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസേഴ്സിനെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇൻറ്റൻസിറ്റിയിലുള്ള വേരിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇൻറ്റൻസിറ്റിയിലുള്ള വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫോഴ്സ് സെൻസറായിട്ടും പ്രഷർ സെൻസറൊക്കെ ആയിട്ടും ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിനും ഫേസ് മോഡുലേറ്റഡ് സെൻസറിനും ഏകദേശം ഒരേ സെറ്റപ്പാണുള്ളത്. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിനും ഫേസ് മോഡുലേറ്റഡ് സെൻസറിനും എന്താണ്, ഒരേ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണുള്ളത്. നമുക്ക് നോക്കാം. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിനും രണ്ടിനും കോമൺ ആയിട്ട് എന്തുണ്ടാവും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. ആ ലൈറ്റ് സോഴ്സിൽ നിന്നും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോകും. ഇവിടെ ഒരു ബീം സ്പ്ലിറ്റർ ഉണ്ടാവും. ഇതെന്താണ്, ഒരു ബീം സ്പ്ലിറ്റ്. ഈ ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് കേബിൾ കൂടി പോയിട്ട് ഇവിടെ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. ബീം ഓഫ് ലൈറ്റ് ഈസ് സ്പ്ലിറ്റഡ് യൂസിങ് ബീം സ്പ്ലിറ്റർ. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് റെഫറൻസ് ആയിട്ട് ഡയറക്റ്റായിട്ട് കമ്പറേറ്ററിലേക്ക് പോകും. മറ്റേത് ഈ ഒരു ബ്ലോക്ക് കൂടി പോകും. ഈ ബ്ലോക്ക് കൂടി പോകുന്ന സമയത്ത് ഈ ബ്ലോക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ മൈക്രോ ബെൻഡിങ് നടക്കും. എന്താണ് നടക്കുന്നത്, ഇത് ഫോഴ്സ് സെൻസറോ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുക, ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതിലൊരു ബെൻഡിങ് നടക്കും. എന്നിട്ട് ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ഓഫ് പ്രഷർ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇതാണ് ഒരു പ്രഷർ സെൻസർ അല്ലെങ്കിൽ ഫോഴ്സ് സെൻസറൊക്കെ ആക്കുന്നത്, ഇൻറ്റൻസിറ്റി വേരിയേഷൻ മെഷർ ചെയ്തിട്ട്. ഇനി ഫേസ് സെൻസറായി യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ സെൻസറാണ് ഫേസ് സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോകും. അതൊരു ബീം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് റെഫറൻസ് ബീം ഡയറക്റ്റ് ഫേസ് ഡിറ്റക്ടറിലേക്ക് പോകും. മറ്റേത് എന്ത് ചെയ്യും, ഒരു ഹീറ്റിംഗ് എലമെൻറ്റിലൂടെ പോകും. എന്നിട്ട് ഇവിടെ ഇത് ഹീറ്റിംഗ് എലമെൻറ്റ് കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഹീറ്റ് സംഭവിക്കും. ഈ എലമെൻറ്റ് ഹീറ്റ് ആവുകയും ഈ വരുന്ന വേവും ഈ ഇവിടുന്ന് പോകുന്നത് നമ്മളൊരു ഫേസ് ചേഞ്ച് ഉണ്ടാവും. ആ ഫേസ് ചേഞ്ച് ഇവിടുന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഈ ഫേസ് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് അത് ഫേസും ഇതൊക്കെ മെഷർ ചെയ്തിട്ട് ചില എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഇതാണ് എന്ത്, ഫേസ് മോഡുലേറ്റർ സെൻസർ. അപ്പം ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻസ് ക്ലിയർ ആയില്ലേ? എന്തൊക്കെയാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ എന്താ പറഞ്ഞത്, സെൻസേഴ്സ് ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻ. സെൻസേഴ്സാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറിൻ്റെ ബേസിക് വർക്കിംഗ് പറഞ്ഞു. പിന്നെ കോമൺ ആയിട്ട് ഒരു ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ഫേസ് മോഡുലേറ്റഡ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിന് എക്സാമ്പിളാണ് പ്രഷർ സെൻസർ ആൻഡ് അതേപോലെ തന്നെ ഫോഴ്സ് സെൻസർ. അതേപോലെ ഫേസ് മോഡുലേറ്റഡ് സെൻസറിന് എക്സാമ്പിളാണ് എന്ത്, ടെമ്പറേച്ചർ സെൻസർ. ഓക്കെ, ആപ്ലിക്കേഷൻസ് ക്ലിയർ ആയില്ലേ? ഇനി ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. അതോടുകൂടി നമ്മളെ പോർഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളെ സെമിനാർ എടുക്കുന്ന ടോപ്പിക് കൂടിയുള്ളൂ, അത് ഞാനും ഒന്നും കൂടി ഇട്ടുതരാം, ലേസർ. ഓക്കെ, താങ്ക് യു.